What is the spelling of prize? Nisha? Prize. Good. What is the spelling of glad? Naveen? GLAD. Okay. Now, give your spell sorry. COR. What? OR. COR. രാത്രി വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി. എന്നിട്ട് എന്താ തെറ്റുന്നത്? അങ്കിള് രാത്രിയിൽ പഠിപ്പിച്ചു തരാറില്ലേ? ഇല്ല. കളവ് പറയരുത്. ഞങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴാണ് അങ്കിള് വരിക. ഓഹോ, അത് ശരി. ടീച്ചറിനൊരു ഫോണുണ്ട്. എനിക്കോ? അതെ, ഏതോ ഒരു ബാലഗോപാലൻ. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഹലോ. ഹലോ, ഞാനാണ് TP ബാലഗോപാലൻ. എന്താ എന്നെ വിളിക്കായിരുന്നത്? അത് ഒന്നുമില്ല. പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞോ? മഹാവീറുകളാ, നന്നായിട്ട് നുണ പറയും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം? എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ള. ഞാൻ ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം. അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും. ഞാൻ നേരത്തെ കാത്തിരിക്കാം. വിരോധമില്ലെങ്കിൽ കാണാം. ഓക്കെ ഓക്കെ. ആരാ ഈ ബാലഗോപാലൻ? അത് എന്റെ ഒരു കസിനാണ് സർ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. വരൂ, അത് വരൂ. ഇവിടെ ഒരു കിണർ ഒഴിക്കാൻ സ്പോട്ട് കണ്ടുവച്ചിരുന്നു. പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്ന എന്തിനാ പലരും ചോദിക്കുന്നത്. ട്യൂബ് വെല്ലാണ് അത്ര നല്ലത്. പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതാ പ്രശ്നം. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ. അതായത് ഈ ട്യൂബ് വെല്ലിന്റെ, എനിക്ക് ട്യൂബെല്ലിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ട്യൂബ് വെല്ല് എന്ന് പറഞ്ഞാൽ കുഴൽക്കുന്ന പരിഭാഷയുടെ കാര്യമല്ല പറഞ്ഞത്. ഓ, അത് കുഴിക്കുന്ന കാര്യം. അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ട്യൂബ് വെല്ല് വളരെ എക്സ്പെൻസീവ് ആവുമെന്നോ ഇപ്പൊ പേടി. ഈ ട്യൂബിൽ വലിയ ശല്യമായല്ലോ. കുട്ടികളെ കുറിച്ചോ മറ്റോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതും പറയാം. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഇത് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇത് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമേ മുകളിലാവുന്നതാണോ താഴെയാവുന്നതാണോ നല്ലത്? മുകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ആകാശത്തോ? കളി പറഞ്ഞല്ലേ. മുകളിലാവുമ്പോ ഊണ് കഴിഞ്ഞ് 2 കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റുകൊള്ളാം. ഒരാൾക്കിരിക്കാൻ എന്തിനാ 2 കസേര? ഒരാളല്ല, 2 ആളുണ്ടാവും. ഉണ്ടാവണമല്ലോ അല്ലേ? എനിക്കെന്തറിയാം. ബാക്കി നാളെ പറയാം. ഇവിടെ അടുത്ത് അത്യാവശ്യമായിട്ട് ആളെ കാണാനുണ്ട്. പിന്നെ കാണാം. ചന്ദ്ര പോയ മുത്തശ്ശി, നല്ല വെണ്ണ പോലെ ആവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന് ഒരു കുഴപ്പവും വരരുത്. ഈ സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ മുത്തശ്ശി ഇത് ചൊറിയണം? സുഖണ്ട മുത്തശ്ശി? ഞാനിപ്പോ വരും മുത്തശ്ശി കേട്ടാ. ഇപ്പൊ വരെ എന്തേ വേറെ തള്ളെ മണി അടിക്കുന്ന എന്തിനാ? വേറെ ജോലിയൊന്നുമില്ലേ? കാര്യങ്ങൾ നടക്കണ്ടേ? ആ തൊട വിചാരിച്ചപ്പോൾ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ബാലനാണെങ്കിൽ ഒരു ശുദ്ധ ഭാവ. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അലിയുന്ന മനസ്സാവേണ്ടത്. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ, ഇല്ല രാക്ഷസി ദേവി. എന്നാ അവളെ കൈപിടി അടിക്കുക. അങ്ങോട്ടല്ലേ മണിയുടെ അനക്കം കേട്ട കാര്യം മനസ്സിലാവും അവക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 10,500 റുപ്യ കളക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. എനിക്ക് അധികമൊന്നും വേണ്ട, ഒരു 15,000 റുപ്യ കിട്ടിയാൽ മതി. 15,000 രൂപയ്ക്ക് ഞാൻ എവിടെ പാനാ? കുറെ വെക്കും, എന്റെ കുഴപ്പം.
അല്ല പറയടി, ഓരോ പെങ്ങന്മാര് ഭർത്താക്കന്മാരെ സഹായിക്കാൻ വേണ്ടി ആങ്ങളന്മാരെ കൈമണി അടിച്ച് കാര്യം സാധിക്കുന്ന കാണുമ്പോ ഇങ്ങനെ കൊതിയാവുക. ഇവിടെ സ്വപ്പെട്ട 15,000 ഉറുപ്പിക്ക് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പടിക്കുന്ന കയറി ഇറക്കുന്നത്. ഞാനിപ്പോ എന്ത് വേണം നീ എന്ത് ചെയ്യണമെന്നോ? നീ കുറെ കരയി, കുറെ ബഹളം വെക്കി, നെഞ്ചത്തിടിക്ക് വളരെ സൂക്ഷിച്ചു വേണ്ടിട്ടോ എനിക്ക് പണിയൊക്കെ കേട്ടോ. എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കുമെന്ന് കാണുമ്പോ നീ എനിക്ക് കണ്ടടിക്ക്. സമയമില്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞു എത്തൂ. ഞാൻ പോട്ടെ, എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല. വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ഊണ് കഴിച്ചിട്ട് പോകും. മീൻകറി നിൽക്കുന്നുണ്ടോ? ആ മീനൊന്നുമില്ല. മീൻകറി ഒന്നും ഇല്ലേ? എന്നാ കുറച്ച് ഊണ് കഴിക്കല്ലേ? വാ വാ പാടി വണ്ടി നീയായിരുന്നോ? നിന്നെ ഓഫീസിൽ അന്വേഷിച്ചപ്പോ നീ ലോഡ്ജിൽ പോയെന്ന് പറഞ്ഞ അവിടെ വന്ന് അന്വേഷിച്ചപ്പോ നീ എവിടെ? ഇവിടെ പിന്നെ അന്ന് നിന്നെ കണ്ടപ്പോ നീ ഓടി കളഞ്ഞില്ലേ? ആരോടി? അല്ല അതൊക്കെ പോട്ടെ, ആ കണ്ടീഷനിൽ ആരാലും ഓടിപ്പോ. ആരെപ്പോ എവിടെ ആരാ കക്ഷി? കക്ഷിയാ? എന്താ കക്ഷി? ഞാൻ പോന്നെ. ആർക്കാ മരുന്ന്? മരുന്ന് നമ്മുടെ ഓഫീസിൽ ജോലിയുള്ള ആളുടെ. പിന്നെ 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 മദറിന്റെ നിനക്ക് അറിഞ്ഞൂടാ? എന്റെ അടുത്ത് പറയടേ, എന്നാ ഞാൻ പിടിച്ചോളാടാ മരുന്ന്. അമ്മേ ആ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ ബാലന്റെ കാര്യം. എന്താ അമ്മേ? അനിതയുടെ അച്ഛൻ പറയായിരുന്നു, ബാലനെ പോലെ ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന്. അച്ഛൻ എഴുന്നേറ്റ് പുറത്തൊന്നും വന്നില്ലേ? ഇപ്പൊ ചെന്ന് കിടന്നതേ ഉള്ളൂ. വാ. വേണ്ട 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 വേണ്ട, അച്ഛൻ കിടന്നോളൂ. ഞാൻ വെറുതെ കിടന്നേ ഉള്ളൂ. അച്ഛനിപ്പോ വേദന തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്ന് വെച്ച് അധികം സംസാരിക്കുകയും നടക്കുകയും ഒന്നും വേണ്ട. പരിപൂർണ്ണ വിശ്രമം എടുക്കണം. ആ ഞാനിന്ന് ഡോക്ടറെ കണ്ടിരുന്നു. ഒരു ടോണിക്കിന് എഴുതി തന്നിട്ടുണ്ട്. ഇത് രക്തശുദ്ധിക്ക് നല്ല അത്രേ. നീ ഇങ്ങനെ ഒരുപാട് കാശ് കളയുന്നുണ്ടല്ലോ ബാല. ഇതൊക്കെ വലിയ കാര്യമാണോ അമ്മേ? ആപ്പിളാണ്. ആദായത്തിൽ കിട്ടിയപ്പോ 2 കിലോ വാങ്ങിച്ചു. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അച്ഛന് ദിവസം ഓരോന്ന് കൊടുക്കണം. എന്തൊരു കുട്ടിയായത്! എല്ലാം കൂടി ഒത്തിരി രൂപയായി കാണുമല്ലോ. രൂപ പിന്നെ എന്തിനാ അമ്മേ? ചിലവാക്കാനുള്ളതല്ലേ. അമ്മയ്ക്കറിയോ? പിന്നെ DA TA പിന്നെ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മാസം ഒരു 1,500 രൂപയോളം എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതിന് മാത്രം എനിക്കിപ്പോ എന്താ ചെലവ്? അടുത്ത മാസം പ്രൊമോഷൻ. അപ്പൊ പിന്നെ 2,000 കവിയും. കുറേശ്ശെ മിച്ചം വെക്കാൻ നോക്കണം മോനെ. ഒരു ഭാര്യയും കുടുംബമൊക്കെ ആവുമ്പോ ചെലവ് കൂടും. എന്നെ നന്നായി അറിയാവുന്ന ഒരു കുട്ടിയെ ഭാര്യയായി കിട്ടിയ അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നീ ഇതൊക്കെ വാങ്ങിച്ചോണ്ടുവന്നത് അനിത അറിയണ്ട. അവള് ബഹളം ഉണ്ടാക്കും. എന്താ ഇത്? അമ്മ പറയാ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് അനിതയ്ക്ക് ഇഷ്ടാവില്ല എന്ന്. കുറെ കൂടുന്നുണ്ട്. ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്തിനാ ഇതൊക്കെ? പിന്നെ ഒരു കുപ്പി ടോണിക്കും 2 കിലോ ആപ്പിളും വാങ്ങിച്ചാന് എനിക്ക് അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു. ആ ഇങ്ങനെ പോയ എഞ്ചിനീയറുടെ പ്ലാനും 2 നില വീടൊക്കെ അവിടെ കിടക്കും. അതൊക്കെ ശരിയാവുന്നേ. മോനെ ദാ കാപ്പി കുടിക്ക. അമ്മേ റേഷൻ വാങ്ങിക്കണ്ടേ? കാശ് റേഷൻ കാർഡും തന്നാ ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാം. അത്ര തന്നെ. ഞാൻ വാങ്ങിച്ചു മോനെ. കാശ് തന്നാൽ വല്ല മണ്ണെണ്ണയോ സോപ്പോ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലോ? ഇതൊരു കാര്യം പറയാം, ഇവിടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും. അതെന്റെ ഒരു സന്തോഷവും അവകാശമൊക്കെയാണ്. അനിതര വേണ്ട നടക്കണം. മോനെ വരുമ്പോ ഒരു നാണയം മംഗളവും കൂടെ വാങ്ങിച്ചോണ്ടേ. സ്നേഹപ്രതിജ്ഞ എവിടം വരെ ആയോ എന്തോ. എനിക്ക് ഇത്ര കഞ്ഞി വേണ്ട. നീ കുറച്ച് വെച്ചിട്ട് ബാക്കിയുണ്ടോ? അത് പറ്റില്ല. ഇനി ആരുമില്ല ഇവിടെ കഞ്ഞി കുടിക്കാൻ. ബാലേട്ട് നീയായിട്ട് വിശപ്പൊക്കെ അരി ഭക്ഷണം ശരീരത്തിന് നല്ലതല്ല. നിന്നെ ഇവിടെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോടാ ബാലോ ബാല. പിന്നെ മുത്തശ്ശി ആശാരിമാരെ കിട്ടാനില്ല. വീട് പണി തുടങ്ങട്ടെ. ഞാനപ്പോ അതിനു വേണ്ടി ഇങ്ങനെ. അതിന് ലോണ് കിട്ടിയോ? ലോണിപ്പോ ശരിയാവുമല്ലോ. അപ്പൊ ആശാരിമാരെ നമ്മൾ നേരത്തെ സൗകര്യപ്പെടുത്തി വിൽക്കുകയാണെങ്കിൽ അതാ
ദിവ്യം ഇനിയും പഠിക്കുന്ന സ്കൂളില് ഏതാ ആശാരി ഉള്ളത്? ആശാരിയ സ്കൂളില്? അതിനവിടെ കെട്ടിടം പണിയൊന്നും നടക്കുന്നില്ലല്ലോ. അല്ല, രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അവിടെ പോകുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു വല്ല ആശാരിമാരെയും. സ്കൂളില് ആശാരി ബാലേട്ടിന് എന്തെങ്കിലും അസുഖമുണ്ടോ? ദൈവം സഹായിച്ചിപ്പോ ഒന്നുമില്ല. പോക്കറ്റ് മരുന്ന് വാങ്ങിച്ചതിന്റെ സ്ലിപ്പ് കണ്ടു. എന്റെ പോക്കറ്റില്ല. ഏയ്, എന്റെ പോക്കറ്റിലായിരിക്കൂല. എന്താ ബാലഗോപാല നിനക്ക് അസുഖം? ഒരു അസുഖമില്ല മുത്തശ്ശി. നുണ പറയരുത്. ചുമ്മാതല്ല നിനക്ക് കഞ്ഞിയും ചോറും വേണ്ടാത്തത്. എന്താണ് അതിന്റെ അസുഖം? എന്റെ മുത്തശ്ശി ഒന്നും പറയണ്ട. തറവാട് വക സ്ഥലത്ത് സർപ്പക്കാവ് കെട്ടി ഒരു തിരി കൊളുത്താൻ എത്ര കാലമായി പറയുന്നു. ആര് കേക്കാൻ? നാഗദൈവങ്ങളെ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. നാളെ തിരുവങ്കര ശിവക്ഷേത്രത്തിൽ എവനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിച്ചേക്കാം. അയ്യോ മുത്തശ്ശി വേണ്ട. എടാ, ദൈവകാര്യങ്ങൾ വേണ്ടെന്ന് പറയരുത്. നാളെ ശയനപ്രദക്ഷിണം ചെയ്യാതെ നിന്നെ ഞാൻ വിടുകയല്ല. ശംഭോ ശംഭോ ശിവശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ. മോനെ, എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ, എന്റെ അനിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ. ടീച്ചർ, ഇത് നോക്കൂ. ഇതാ ഞാൻ പറഞ്ഞത്. അനിത ടീച്ചർ, പ്രിൻസിപ്പൽ വിളിക്കുന്നു. പോയിട്ട് വരും. എന്താ സർ? പേടിക്കാനൊന്നുമില്ല. SMC ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഒരു ചെറിയ അറ്റാക്ക്, അത്രയും. അതിനെന്താ, പോണെങ്കിൽ പൊയ്ക്കോളൂ. ഒന്ന് ഫോൺ ചെയ്യട്ടെ. ബാലഗോപാൽ ഹിയർ. വിഷമിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. ഏത് ഹോസ്പിറ്റലാ? ശരി, ഞാനിപ്പോ തന്നെ വരാം. ആ, കാഷ്വാലിറ്റി ഇതാണ്. താങ്ക്സ്. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ലെന്നൊക്കെയാ പറയുന്നത്. അല്ല, അന്ന് വാൾപേപ്പർ ഒന്നും കുട്ടിയല്ലേ? അതെ, ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ. ഇപ്പൊ നിർത്തി. എന്റെ ചേച്ചിയുടെ കുട്ടികള് അനിതയുടെ അല്ല ടീച്ചറിന്റെ സ്കൂളിലാ പഠിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഒരു സഹായത്തിന് ഞങ്ങൾക്ക് ആരുമില്ല കുട്ടി. ഞാനുണ്ടമ്മേ, എല്ലാത്തിനും ഞാനുണ്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്ന് വന്നേ. എന്താ സംഭവിച്ചത് ഇങ്ങനെ പെട്ടെന്ന്? കോടതി വരാന്തയിൽ ബോധം കെട്ട് വീഴാണ് ഇത്ര ഉണ്ടായത്. അനിതയുടെ അച്ഛൻ അഡ്വക്കേറ്റ് ആണോ? അല്ല, കോടതിയിൽ വേറെ വല്ല ജോലി? ഒന്നുമില്ല. 5-6 വർഷമായിട്ട് അച്ഛൻ കോടതിയിൽ തന്നെയാ. അവസാനിക്കാത്ത കേസുകൾ കാരണം എല്ലാം നശിച്ചു. എന്ത് കേസ്? അല്ല, വിഷമാണേ പറയണ്ട. ഞാൻ അന്യനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീരെ പറയണ്ട. അതുകൊണ്ടല്ല, അതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയ വിഷമമാണ്. എന്ത് വിഷമവും മറ്റുള്ളവരോട് പറഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടും. അച്ഛൻ ഒരു PWD കോൺട്രാക്ടർ ആയിരുന്നു. കഷ്ടകാലത്തിനാണ് ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങിയത്. ശിവരാമൻ നായർ എന്നൊരാളാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത്. അച്ഛന്റെ ആത്മസുഹൃത്ത്. അയാൾ ചതിച്ചതാ. 8 ലക്ഷം രൂപയോളം അയാൾ കൊണ്ടുപോയെന്നാണ് അച്ഛൻ പറയുന്നത്. അന്ന് തുടങ്ങിയതാ കേസും കോടതിയും ഒക്കെ. 3 ലോറിയും 1 കാറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വിറ്റു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും പണയത്തില്ല. ഇന്ന് കോടതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു.
വിധി കേട്ടതും അച്ഛൻ തളർന്നു വീണു. അമ്മയ്ക്ക് ഒന്നിനെ പറ്റി ഒരു ചിന്തയില്ല. നോവൽ വായിക്കണം, സിനിമ കാണണം, അതൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ എന്റെ ശമ്പളം കൊണ്ട് വേണം വീട് പുലരാൻ. ഹേയ്, അല്ല അപ്പോ നമ്മളൊക്കെ ഒരേ തുണിയിൽ സഞ്ചരിക്കുന്നവരാ. മോളെ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണത്രേ. ഞാൻ വാങ്ങിച്ചോണ്ടിരാ. അല്ല, ഞാൻ പോവാം. ഹേയ്, തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അമ്മേ, കാശ്. കാശ് തന്നെ കൊച്ചാക്കാൻ നോക്ക. ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. മരുന്ന് മാത്രം മതിയോ? അമ്മയ്ക്ക് വല്ലതും വേണോ? വേണ്ട. ഞാനിപ്പോ വരാം.